ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊരു വിലയിരുത്തലുണ്ടോ എന്ന് ചോദിച്ചാൽ ഭരണവിരുദ്ധ വികാരമില്ല. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും LDF സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് സെക്രട്ടറി പറഞ്ഞത്. അത് ഏറെക്കുറെ ശരിയാണ് രാഷ്ട്രീയമായി എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ശരി, എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഒന്ന്, ഇതൊരു ഭരണവിരുദ്ധ വികാരമാണോ? രണ്ട്, സ്വർണ്ണക്കൊള്ളയാണോ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിധിയെ നിശ്ചയിച്ചിരിക്കുന്നത്? അങ്ങനെ പറയാൻ കഴിയില്ല എന്നതാണ്. ഞാൻ സ്വർണ്ണക്കൊള്ളയിൽ തുടങ്ങാം. സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ജനവിധിയെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നു റിസൾട്ട്. ഇതാണ് ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത്. ആ ചോദ്യം ശരിയല്ലേ? അതിന് ഒരു കാരണമായി അദ്ദേഹം പറയുന്നത്, വളരെ ലോജിക്കലായി തോന്നുന്ന ഒരു കാരണം, നോക്കൂ, വിശ്വാസ സമൂഹത്തിൻ്റെ മുഴുവൻ വോട്ടും ഇത്തവണ LDFന് കിട്ടിയില്ലെങ്കിൽ എവിടേക്കെയാണ് LDF പരാജയപ്പെടാൻ സാധ്യതയുള്ളത്? അവിടെ ആരായിരിക്കും അതിനുള്ള നേട്ടം കൊയ്യേണ്ടത്? സ്വാഭാവികമായും BJP വലിയ രീതിയിൽ UDFനോടൊപ്പം തന്നെ ഇത് വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. എന്നാൽ BJPക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ക്യാമ്പയിൻ കാര്യമായി ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. ആദ്യം വന്ന വലിയ പ്രചരണം എന്ന് പറയുന്നത് BJP എന്തോ ഒരു വലിയ സ്വാധീന ശക്തിയായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കോർപ്പറേഷന് പുറത്തു പോയാൽ, തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്തു പോയാൽ തിരുവനന്തപുരം ജില്ലയിലും മറ്റെല്ലാ ഇടങ്ങളിലും ഇടയ്ക്ക് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ടെന്നല്ലാതെ കാര്യമായ വോട്ട് വർധന ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന കണക്കുകൾ നമ്മളോട് പറയുന്നത്. പ്രാഥമികമായി ഇന്ന് പുറത്തു വരുന്ന ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും പ്രാഥമികമെന്ന കണക്കനുസരിച്ച് നോക്കിയാൽ 1% മുതൽ 1.5% വരെ, പരമാവധി 2% മാത്രമാണ് വർധനവുണ്ടാക്കാൻ സാധ്യതയുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരമാവധിയാണ് കേട്ടോ. പക്ഷേ അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയ മേൽക്കൈ പോലും ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഒന്ന്. രണ്ട്, സ്വർണ്ണക്കൊള്ള വിഷയമാകണമെങ്കിൽ ഇന്ന് സെക്രട്ടറി പറയുന്നത് പോലെ ക്ഷേത്ര നഗരങ്ങളെ സംബന്ധിച്ചിടങ്ങളിൽ ആരായിരിക്കും അധികാരത്തിലെത്തുക? തീർച്ചയായിട്ടും അവിടെ LDFനെ തൂത്തുകളയണമല്ലോ. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, ഗുരുവായൂർ, തൃശ്ശൂരിൽ മാത്രം നമ്മൾ 5 മുനിസിപ്പാലിറ്റി എടുത്തു നോക്കൂ. അതിൽ ഗുരുവായൂരാണെങ്കിലും കൊടുങ്ങല്ലൂരാണെങ്കിലും വടക്കാഞ്ചേരി ആണെങ്കിലും ചാവക്കാടാണെങ്കിലും ഇവിടെയെല്ലാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് LDF ആണ്. ഗുരുവായൂരിൽ ആകെയുള്ള 46 വാർഡുകളിൽ 27 വാർഡും LDFനാണ്. സ്വർണ്ണക്കൊള്ള വിഷയമായതുകൊണ്ടാണോ? അവിടെ BJP 3-ാം സ്ഥാനത്താണ്. കൊടുങ്ങല്ലൂരിൽ 46-ൽ 23 LDF ആണ്. അവിടെ 19 സീറ്റുകൾ മാത്രമാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് കിട്ടിയത്. അവിടെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് LDF ആണ്. സ്വർണ്ണക്കൊള്ള വിഷയമായാൽ കൊടുങ്ങല്ലൂരിൽ ഇങ്ങനെയാണോ സംഭവിക്കേണ്ടത്? ഗുരുവായൂരിൽ ഇങ്ങനെയാണോ സംഭവിക്കേണ്ടത്? ഇനി വലിയ രീതിയിൽ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ വടക്കാഞ്ചേരിയിൽ 42-ൽ 22 LDFനാണ്, 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. കുന്നംകുളത്ത് 1-ാം സ്ഥാനമാണ്. തൃശ്ശൂരിലുള്ള 7 ഇടങ്ങളിൽ 5 മുനിസിപ്പാലിറ്റികളും ഒപ്പം നിൽക്കുന്നത് LDFനോടൊപ്പമാണ്. തൃശ്ശൂരിൽ കാര്യമായ ഇൻഡോഴ്സ് ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത്. 11 നിയമസഭാ മണ്ഡലം 2 ഉള്ളൂ UDFന്. അപ്പോൾ അതെങ്ങനെയാണ് സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ കേരളമാകെ ഒരു തരംഗമായി അലയടിച്ചു എന്ന് പറയാൻ കഴിയുക? അങ്ങനെ പറയാൻ കഴിയില്ല എന്നതാണ്. സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം, പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും ഹൈജാക്ക് ചെയ്ത രാഷ്ട്രീയ വിഷയമല്ല. അതാണ് എൻ്റെ ടേക്ക്. നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് ക്ഷീണമാണോ ഉണ്ടാവുന്നത്, LDFന് നേട്ടമാണോ ഉണ്ടാവുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പറഞ്ഞു അത് ഭരണവിരുദ്ധ വികാരമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. ഇത് ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കാറ്റടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ ഭരണത്തിൽ തുടരാൻ കഴിയില്ല. അന്നും ഉപയോഗിച്ചു കേട്ടേക്ക സർക്കാരാണ് എന്ന് പറഞ്ഞു. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 നിയമസഭാ സീറ്റുകൾ മാത്രമാണ് LDFന് നേടാൻ സാധിച്ചത്. ഇന്നിപ്പോൾ അത് പ്രാഥമികമായി നമുക്ക് ലഭിച്ച കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ, സീറ്റുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ പോലും അത് 58, 59 വരും. ഇപ്പോൾ തളിപ്പറമ്പിലെ ആന്തൂരും ഇന്നിപ്പോൾ മലപ്പട്ടവും കൂടി കൂട്ടിച്ചേർത്താൽ അത് 59 മാറും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കിട്ടിയ 19 നിയമസഭാ മണ്ഡലങ്ങളെക്കാൾ 59 നിയമസഭാ മണ്ഡലങ്ങളേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയുന്നത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നാണ് ഇത് വായിച്ചെടുക്കേണ്ടത്. 2024 ഭരണവിരുദ്ധ വികാരമുള്ളപ്പോൾ 19 സീറ്റ് കിട്ടുകയും 2025 ഭരണവിരുദ്ധ വികാരം കൂടുതലാകുമ്പോൾ 19-ൽ താഴെ പോകേണ്ടതിന് പകരം 59-ലേക്ക് വളരുകയും ചെയ്ത ഭരണവിരുദ്ധ വികാരം കുറഞ്ഞെന്നാണോ കൂടിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് രണ്ടാമത്തെ ലോജിക്കലായ ചോദ്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് മൊത്തത്തിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന കണക്കനുസരിച്ച് കൊല്ലം ജില്ലയുടെ ഒരു കണക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയുടെ ഒരു കണക്ക് പ്രകാരം വോട്ട് ഷെയറിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി നോക്കിയാൽ പോലും കൊല്ലത്ത് വലിയ ഇടിവ് കോർപ്പറേഷനിലടക്കം LDFന് സംഭവിച്ചിട്ടുണ്ട്. അവിടെ BJP കോർപ്പറേഷനിൽ സാന്നിധ്യമായി വന്നിട്ടുണ്ട്, പക്ഷേ വലിയ വോട്ട് പെർസെൻറ്റേജ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കൊല്ലത്തുള്ള മൊത്തം നിയമസഭാ മണ്ഡലങ്ങൾ 11 നിയമസഭാ മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ LDFന് പുനലൂർ, ചടയമംഗലം, കൊല്ലം, ഇരവിപുരം, കുന്നത്തൂർ, ചാത്തന്നൂർ, കൊട്ടാരക്കര, കുണ്ടറ തുടങ്ങി 8 അസംബ്ലി മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡുണ്ട്.
8 അസംബ്ലി മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഡുണ്ട്. എന്നാൽ അതേസമയം കരുനാഗപ്പള്ളി, ചവറ, പത്തനാപുരം എന്നീ 3 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ UDF ലീഡുള്ളതായിട്ട് കാണുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ. കൊല്ലം ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 LDF ലീഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ, വോട്ട് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ ചെറിയ ഭൂരിപക്ഷമല്ല പലയിടങ്ങളിലും. ഇപ്പോൾ പുനലൂരിൽ 5234, ചടയമംഗലത്ത് 5432, കൊല്ലത്ത് 9234, കുന്നത്തൂര് 13057, അവിടെ UDF 15498, കൊട്ടാരക്കരയിൽ 12841. ഇതാണ് കണക്ക്. ഇത് ഞാൻ കൊല്ലം ഒരു സാമ്പിളായിട്ട് എടുത്തു എന്ന് മാത്രം. ഇതിൽ സീറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്ത് മാത്രം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കണക്കാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്ന സമയത്താണ് ആ കണക്കുകൾ ക്രോഡീകരിച്ചു വന്നിരിക്കുന്നത്. ഈ കണക്കുകളൊക്കെ ഇനി വരാൻ പോവുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വോട്ട് വിഹിതം, ഓരോ ഡിവിഷനുകളിലും കിട്ടിയ വോട്ട് വിഹിതം നോക്കി വന്നാൽ കാര്യമായ ഒരു വലിയ മാറ്റം, അല്ലെങ്കിൽ ഈ 100 സീറ്റ് 85 സീറ്റ് എന്ന നിലയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 7 ജില്ലാ പഞ്ചായത്തുകൾ LDFനോടൊപ്പമുണ്ട്, 7 ജില്ലാ പഞ്ചായത്തുകൾ UDFനോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ് നടന്നിരിക്കുന്നതെങ്കിൽ 10 വർഷത്തെ ഭരണത്തിന് ശേഷവും ബലാബലം എന്ന നിൽപ്പിൽ LDFും UDFും നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും സീറ്റ് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിൽ 72 വോട്ടുകൾ വരെ LDF നേടിയേക്കാം, 68 മുതൽ 70 സീറ്റുകൾ വരെ UDFും നേടിയേക്കാം എന്ന മട്ടിലേക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ടാലിയിൽ വരാൻ സാധ്യതയുള്ളത്. ഞാൻ കൊല്ലത്തിൽ മാത്രമേ എൻ്റെ കയ്യിൽ കണക്കുള്ളൂ. തിരുവനന്തപുരത്തിന്റെ കണക്ക് വരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് LDFനാണ് നേട്ടം UDFനേക്കാൾ. ജില്ലാ പഞ്ചായത്തിൽ കോർപ്പറേഷൻ മാത്രമാണ് LDFന് അവിടെ തളർച്ച സംഭവിച്ചത്. ജില്ലാ പഞ്ചായത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞു 4 മുനിസിപ്പാലിറ്റികളിലും വ്യക്തമായ മുൻതൂക്കത്തോടുകൂടി, പ്രത്യേകിച്ച് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 10 NDA 2 അതാണ് അത്രയും വലിയ ഒരു മേൽക്കൈ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെ 2 എക്സാമ്പിളുകൾ ഉണ്ടെങ്കിൽ, തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് UDF നില മെച്ചപ്പെടുത്തിയല്ല, അവിടെ LDFനാണ് ശക്തി, LDFനാണ് മുൻതൂക്കം. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മേധാവിത്വം LDFന് കിട്ടുക? കൊല്ലത്ത് 11-ൽ 8 നിയമസഭാ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം എങ്ങനെയാണ് കിട്ടുക? ഇതേ ഉള്ളൂ എൻ്റെ ചോദ്യം. എൻ്റെ കയ്യിൽ കിട്ടിയ കണക്കനുസരിച്ചാണ് ഈ പറയുന്നത്. തൃശ്ശൂരിലേക്ക് വന്നാലും കറക്റ്റാണ്. തൃശ്ശൂരിലേക്ക് വന്നാലും തൃശ്ശൂരിലെ കണക്കുണ്ട്. 7-ൽ 5 മുനിസിപ്പാലിറ്റി ഇരിക്കുന്നത് LDFന്റെ കയ്യിലാണ്. തൃശ്ശൂരിന്റെ കാര്യത്തിൽ വന്നാൽ പൂരം ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് ദോഷം ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് തൃശ്ശൂരിലെ റിസൾട്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് വിശാലമായ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ, ഏറ്റവും ഒടുവിലുള്ള അനാലിസിസിലൂടെ നോക്കുമ്പോൾ LDFന്റെ കരുത്ത് പൂർണ്ണമായിട്ടും ചോർന്നു പോയിട്ടില്ല, അടിത്തറ പൂർണ്ണമായിട്ടും തകർന്നിട്ടില്ല. 2026 തെരഞ്ഞെടുപ്പിൽ LDFും UDFും ശക്തമായ മത്സരം കാഴ്ചവെക്കും. NDA ചിലയിടങ്ങളിലെങ്കിലും ഒരു സാന്നിധ്യം അറിയിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ ശക്തമായ മത്സരം കാഴ്ചവെക്കും. അവിടെ LDFനെ എഴുതിത്തള്ളാറായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാര്യം ഇത് കണക്കുകളിലൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഇനി ഭരണവിരുദ്ധ വികാരം ഏത് വകുപ്പിനെതിരെയാ? വളരെ ലളിതമായ ചോദ്യം, ഏത് വകുപ്പിനെതിരെയാണ് ഭരണവിരുദ്ധ വികാരം നമ്മൾ പ്രധാനമായിട്ടും പറയുക? ഈ പാനലിൽ ഇരിക്കുന്ന ആർക്കാണെങ്കിലും പറഞ്ഞാൽ മതി, നമുക്ക് വേണമെങ്കിൽ ഡിബേറ്റ് ചെയ്യാം. ധനവകുപ്പിനെതിരെ നമ്മൾ മുൻകാലങ്ങളിലെ സർക്കാരുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു ഡിബേറ്റ് തയ്യാറാണോ? ആരോഗ്യവകുപ്പ് മുൻകാലങ്ങളിലെ സർക്കാരുമായിട്ടാണ് കേട്ടോ, UDFലെ സർക്കാരുമായിട്ടാണ് താരതമ്യം ചെയ്യേണ്ടത്. അങ്ങനെയാണ് ശിവകുമാറിൻ്റെ കാലത്ത് മെഡിക്കൽ കോളേജിൽ ചില മെഷീനുകൾ പ്രവർത്തിക്കാതിരുന്നത് നമ്മൾ കണ്ടതാണ്. കാത്ത് ലാബുകൾ വരാതിരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ്. ആശുപത്രി കെട്ടിടങ്ങളുടെ അവസ്ഥ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ജിമ്മി അടക്കം എന്ന റിപ്പോർട്ട് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ എങ്ങനെയാണ് മെഡിക്കൽ കോളേജിൻ്റെ പരിതാപകരമായ അവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ നേരിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം പലയിടങ്ങളിലും. ഇനി ഏത് വകുപ്പ്? വിദ്യാഭ്യാസ വകുപ്പ്. ഓണം നേരത്തെ വന്നുപോയതാണ് കുഴപ്പം, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ ഇതാണ് കുഴപ്പമെന്ന് പറഞ്ഞ സർക്കാർ LDF സർക്കാരല്ല. ഇത് ഏതു വകുപ്പിനെയാണ് നമ്മൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പോകുന്നത്? അപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ സൃഷ്ടിക്കുന്ന പ്രചരണം കൊണ്ടോ, ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വിരുദ്ധമാണ് ഇടത് സർക്കാർ എന്ന പേരിലുള്ള പ്രചരണം കൊണ്ടോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാമെന്ന് കരുതിയാൽ അത് പര്യാപ്തമാവില്ല എന്നതാണ് എൻ്റെ പക്ഷം. പക്ഷേ ഇടത് സർക്കാർ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇടത് മുന്നണി സ്വീകരിക്കേണ്ടത്, ഈ പ്രചരണങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ഒരു ഓർഗാനിക് ആയിട്ടുള്ള ബന്ധം വോട്ടർമാരുടെ അങ്ങനെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രചരണം നടത്താൻ എന്തുകൊണ്ട് സാധിക്കാതെ പോയി എന്നുള്ളത് ഇടതുപക്ഷം ആഴത്തിൽ പരിശോധന നടത്തണം, ആത്മപരിശോധന നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ ശരിയായ വിലയിരുത്തലാണ് എന്നുള്ളതാണ് എൻ്റെയും നിലപാട്. ഈ ശബരിമല തിരിച്ചടിയായി എന്ന് പറഞ്ഞാൽ ഹിന്ദു പോപ്പുലേഷൻ കൂടുതലുള്ള ഏത് ജില്ലയിലാണ് മാറ്റം? തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, പാലക്കാട് എടുത്തു. പാലക്കാട് ഇന്നലെ മെച്ചപ്പെടുത്തുക ചെയ്തു. പാലക്കാട് അവിടെ മുനിസിപ്പാലിറ്റി ഞാൻ പറയാൻ ഇനി ഒരു കാര്യം കൂടി പറയാം. നമ്മൾ നേരത്തെ തൃശ്ശൂരിന്റെ കാര്യം മാത്രം പറഞ്ഞത്. സ്വർണ്ണക്കൊള്ള ഏതെങ്കിലും തരത്തിൽ ഗുണകരമായിരുന്നുവെങ്കിൽ പന്തളം മുനിസിപ്പാലിറ്റി BJPക്ക് പോകില്ലായിരുന്നു. പന്തളത്താണ് ബദൽ സംഗമം നടത്തിയത്. ബദൽ സംഗമം, അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി വിശ്വാസ സംഗമം നടത്തിയ പന്തളം മുനിസിപ്പാലിറ്റി LDF ആണ്. പന്തളത്ത് എത്രയാ? 34-ൽ 14 വാർഡ് പിടിച്ചു LDF, 34-ൽ 11 UDF, 9 BJP. വലിയ പ്രതിഷേധങ്ങളൊക്കെ കണ്ടല്ലോ പന്തളത്ത്.
ഒടുവിൽ മുനിസിപ്പാലിറ്റി റിസൾട്ട് വരുമ്പോൾ ആ വിശ്വാസ സംഗമം നടത്തിയ വേദി ഇരുന്ന സ്ഥലമടക്കം LDF കൊണ്ടുപോയി. അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറിയിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ടയിൽ കുളനടയിൽ BJPയുടെ ഭരണം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു. കുളനടയിൽ BJP ആയിരുന്നു ഭരിച്ചത് പഞ്ചായത്ത്. ആ കുളനട പഞ്ചായത്ത് LDF വീണ്ടെടുത്തു. പാലക്കാട്ട് BJP കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, 10 വർഷമായിട്ട് ഭരിച്ചു. കേവല ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് ചെല്ലാൻ സാധിച്ചില്ല. അപ്പോൾ എവിടെയാണ് സ്വർണ്ണക്കൊള്ള ആ അർത്ഥത്തിൽ ആഞ്ഞടിച്ചു എന്ന് പറയുന്നത്? സ്വർണ്ണക്കൊള്ളയിൽ ഈ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയോ?